ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കട്ടി കൂടുതലായത് കാരണം ഞാൻ 2 പീസും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്, നേർത്തതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡും ഒരു ഭാഗം കുത്തി കൊടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ പുരട്ടുമ്പോൾ എല്ലാം നന്നായിട്ട് പിടിക്കാനും എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു തവി തൈര് എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു മുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, 1.25 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിലേക്ക് നമ്മൾ ചില്ലി സോസ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കെച്ചപ്പ്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണിൻ്റെ താഴെ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവുള്ളത് വേണേൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്, അതാകുമ്പോൾ കുറച്ച് കളറും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഇളക്കിയിട്ട് പേസ്റ്റ് ആക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ചെയ്തതിന് ശേഷം നമ്മളൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാറ്റി വെക്കണം. അതിൽ കൂടുതൽ സമയം വെച്ചാൽ ചിക്കൻ കുറച്ചും കൂടി ടേസ്റ്റി ആവും. അപ്പോൾ നമുക്കിപ്പോൾ ടൈമിനനുസരിച്ചിട്ട് 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് എടുത്ത് ഒരു പാന് ചൂടാകാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. അത് ഉരുകി വന്നതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമ്മൾ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമ്മൾ അത് മൂടി വെച്ച് കൊടുക്കണം. ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മൂടിയിട്ട് കുക്ക് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അത് അടുത്ത 10 മിനിറ്റ് ആകുമ്പോൾ എഗെയിൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് എന്തായാലും വേണ്ടി വരും. കാരണം വെച്ചാൽ വേഗം തന്നെ ആയി കിട്ടുകയും ചെയ്യും. കാരണം എല്ലൊന്നും ഇല്ലാത്ത പീസാണ്, സോഫ്റ്റ് പീസും ആയിരിക്കും. അപ്പോൾ നമ്മൾ അധികം മൊരിച്ചെടുക്കുന്നതിന് പകരം തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ഇനിയിപ്പോൾ കുബൂസ് ആയാലും ചപ്പാത്തി ആയാലും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. നല്ല നല്ല റെസിപ്പീസുമായിട്ട് നാളെ കാണാം.